സ്വീഡൻ നോ പറഞ്ഞു തുടങ്ങി. ഇനി കാനഡയുമോ? വഴിയിൽ കണ്ട എല്ലുകൾക്ക് ജീവൻ നൽകി സിംഹമാക്കിയ സന്യാസിയുടെ കഥ കേട്ടിട്ടില്ലേ? ജീവൻ വെച്ചു കഴിഞ്ഞ സിംഹം സന്യാസിയെ ഭക്ഷിച്ച ആ പഴയ കഥ. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് യൂറോപ്പും ഇപ്പോ കാനഡയും കടന്നുപോകുന്നത്. മനസാക്ഷിയുടെ ഉപദ്രവം ലേശം കൂടുതലായുണ്ടായിരുന്ന യൂറോപ്യന്മാർ ലോകമെങ്ങും യുദ്ധവും ക്ഷാമവും കലാപങ്ങളും ഉണ്ടായപ്പോൾ തങ്ങളുടെ വാതിലുകൾ അവർക്കെല്ലാം നേരെ മലർക്കെ തുറന്നിട്ടു. യൂറോപ്പിന്റെയും കാനഡയുടെയും ശീതളമയിലേക്ക് ചേക്കേറിയ അഭയാർത്ഥികളെന്ന പരീക്ഷക്കൂട്ടം ആളുമർത്ഥവുമായപ്പോൾ തനി സ്വരൂപം പുറത്തെടുത്തു തുടങ്ങി. ബ്രിട്ടനിലും ജർമ്മനിയിലും സ്വീഡനിലും യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും ഇങ്ങ് കാനഡയിൽ വരെ പുകഞ്ഞു കത്തുകയാണ് വെറുപ്പിന്റെ വെല്ലുവിളികളാൽ. സാമാന്യം ഭേദപ്പെട്ട ജീവിത നിലവാരമുണ്ടായിരുന്ന ഇടമെന്ന രാജ്യത്തിന്റെ ഖ്യാതി ഈ കുടിയേറ്റക്കൂട്ടം ഇല്ലാതാക്കുകയാണെന്ന് പതിയെ മണ്ണിന്റെ മക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അഭയം നൽകിയ കൈകൊണ്ട് തന്നെ അടിയും തുടങ്ങിയിരിക്കുന്നു. തത്വം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന ചിന്തലുണ്ടായാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ അവർക്ക് കണ്ണുണ്ടാവില്ലെന്തേ സാറേ.